ഹലോ ഡിയർ സ്റ്റുഡൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഴ്സ് സീരീസിൽ പ്രൊപ്പോസിഷണൽ ലോജിക് എന്ന ടോപ്പിക്കിലെ 4ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും റെസൊല്യൂഷൻ എന്ന പ്രധാനപ്പെട്ട ഒരു ഇൻഫറൻസ് മെക്കാനിസത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇതിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ക്ലോസൽ സെൻറ്റൻസിൽ എ എന്ന് പറയുന്ന ഒരു ക്ലോസൽ സെൻറ്റൻസിൽ പി എന്ന് പറയുന്ന ഒരു ലിറ്ററൽ ഉണ്ട് എന്ന് വിചാരിക്കുക. ക്ലോസൽ സെൻറ്റൻസ് ആകുമ്പോൾ നമുക്കറിയാം, അതിനകത്ത് ഡിസ്ജങ്ഷൻ ഓഫ് ലിറ്ററൽസിനെയാണ് ക്ലോസൽ സെൻറ്റൻസ് എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു ക്ലോസ് എന്ന് പറയുക. ഡിസ്ജങ്ഷൻ ഓഫ് ലിറ്ററൽസ് ആണ്. എല്ലാ ലിറ്ററൽസിനെയും ഓർ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് ഡിസ്ജങ്ഷൻ ഓഫ് ലിറ്ററൽസ് എന്ന് പറയുക. അപ്പോൾ ഒരു ക്ലോസൽ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ ലിറ്ററൽസും ഓർ കൊണ്ട് കണക്ട് ചെയ്യപ്പെട്ടതാണ്. ഇനി രണ്ടാമത്തെ ഒരു ക്ലോസൽ സെൻറ്റൻസ് ബി എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത, അതിൽ കുറേ ലിറ്ററൽസ് ഉണ്ട്. അതിൽ ഈ ഒന്നാമത്തതിൽ കണ്ട പി എന്ന് പറയുന്ന ലിറ്ററലിൻ്റെ നെഗേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, അതിൻ്റെ കോംപ്ലിമെൻ്ററി ലിറ്ററൽ ഉണ്ടെന്ന് വിചാരിക്കുക, നെഗേഷൻ ഓഫ് പി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ക്ലോസസ് നമുക്ക് ചേർത്ത് അതിനെ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഈ പിയെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ലിറ്ററൽസിനെയെല്ലാം നമുക്ക് ഓർ കൊണ്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ജങ്ഷൻ ആക്കിയിട്ട് ഒരു പുതിയ ക്ലോസൽ സെൻറ്റൻസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ റെസൊല്യൂഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടെ ഈ ഒരു ചെറിയ എക്സാമ്പിളിലൂടെ പറയാം. ഇവിടെ പറയുന്നത് പോലെ പി എന്ന് പറയുന്ന ഒരു ലിറ്ററൽ എ എന്ന് പറയുന്ന ഒരു ക്ലോസിൽ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ട്, അതിൽ പി എന്ന് പറയുന്ന ഒരു ലിറ്ററൽ ഉണ്ട്. പി കൂടാതെ എയ്ക്കകത്ത് മറ്റൊരു ലിറ്ററൽ കൂടെ ഉണ്ട്. പിയും ക്യൂവും ഓർ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിസ്ജങ്ഷൻ ഓഫ് ലിറ്ററൽസ് ആണ്. ഇനി രണ്ടാമത്തെ ഒരു ക്ലോസൽ സെൻറ്റൻസ് ബി ആണ്. ബിയിൽ നെഗേഷൻ ഓഫ് പി അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ഓഫ് പി ഉണ്ട്, മറ്റൊരു ലിറ്ററൽ ആറും ഉണ്ട്. ഇത് രണ്ടും ഓർ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ട് ലിറ്ററൽസും രണ്ട് ക്ലോസൽ സെൻറ്റൻസ് ആണ്, കാരണം ഇവ ഡിസ്ജങ്ഷൻ ഓഫ് ലിറ്ററൽസ് ആണ്. ഇനി നമുക്ക് ഈ രണ്ട് ക്ലോസസിനെ തമ്മിൽ റിസോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്, ഈ പിയും അതിൻ്റെ കോംപ്ലിമെൻ്ററി പിയും ഒഴിവാക്കിയതിന് ശേഷം ബാക്കിയുള്ള ലിറ്ററൽസിനെ ഓർ ചെയ്താൽ മതി, അല്ലെങ്കിൽ ബാക്കിയുള്ള ലിറ്ററൽസിൻ്റെ ഡിസ്ജങ്ഷൻ എടുത്താൽ മതിയാവും. അപ്പോൾ ഈ കിട്ടുന്ന പുതിയ ഔട്ട്പുട്ടിനെ അതിനെ നമ്മൾ വിളിക്കുന്ന റിസോൾവെൻ്റ് എന്നാണ്. സോ ദ ന്യൂ ക്ലോസ് ഈസ് കോൾഡ് ദ റിസോൾവെൻ്റ്. ഈ ഒരു മെക്കാനിസത്തിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുക. ഈ എ എന്ന് പറയുന്ന ക്ലോസൽ സെൻറ്റൻസിൽ എത്ര ലിറ്ററൽസ് ഉണ്ടെങ്കിലും അവ ഡിസ്ജങ്ഷൻ ആണ് എങ്കിൽ, അതുപോലെ ബിയിൽ വേറെ എത്ര ലിറ്ററൽസ് ഉണ്ടെങ്കിലും അവ ഡിസ്ജങ്ഷൻ ആണ് എങ്കിൽ, അവയെ തമ്മിൽ നമുക്ക് ഈ കോംപ്ലിമെൻ്ററി ടേംസ് ക്യാൻസൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ലിറ്ററൽസിനെ നമുക്ക് ഡിസ്ജങ്ഷൻ ഓഫ് ലിറ്ററൽസ് ആയിട്ട് റിസോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുക. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ 3 ക്ലോസൽ സെൻറ്റൻസസ് ഉണ്ട്. ഇവിടെ എ എന്ന് പറയുന്ന സെൻറ്റൻസിൽ പി ഓർ ക്യൂ ഓർ ആർ ആണ്. ബിയിൽ നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ഓർ ആർ ആണ്. സി എന്ന് പറയുന്ന ക്ലോസിൽ നെഗേഷൻ ഓഫ് ക്യൂ ഓർ ആർ ആണ്. നമുക്ക് 1ഉം 2ഉം, അതായത് എയും ബിയും തമ്മിൽ റിസോൾവ് ചെയ്താൽ ഇവിടെ നമുക്ക് കാണാം പിയും നെഗേഷൻ ഓഫ് പിയും ഉണ്ട്, ബാക്കി 2 ലിറ്ററൽസ് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് ക്യൂ ഓർ ആർ എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ദ റിസോൾവെൻറ്റ് ഓഫ് എ ആൻഡ് ബി. ഇനി മൂന്നാമത്തെ, അതായത് സി എന്ന് പറയുന്ന ക്ലോസൽ സെൻറ്റൻസിൽ നെഗേഷൻ ഓഫ് ക്യൂ ഓർ ആർ ആണ്. അതിനെ നമുക്ക് ഈ കിട്ടിയ ഡി എന്ന് വിളിക്കുന്ന റിസോൾവെൻറ്റ്, അതായത് റിസോൾവെൻറ്റ് ഓഫ് എ ആൻഡ് ബി, അതിനെ പുതിയൊരു ക്ലോസ് ആയിട്ട് എഴുതാം. ഡി ഈസ് ക്യൂ ഓർ ആർ. ആ ഡി എന്ന് പറയുന്നതിനെ സിയുമായിട്ട് റിസോൾവ് ചെയ്താൽ നമുക്ക് അറിയാം, സിയിൽ നെഗേഷൻ ഓഫ് ക്യൂ ഉണ്ട്, ഡിയിൽ ക്യൂ ഉണ്ട്. അപ്പോൾ ഇതിനെ തമ്മിൽ റിസോൾവ് ചെയ്താൽ ആർ എന്നുള്ള റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ആർ എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമുക്ക് റിസോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ റെസൊല്യൂഷൻ മെത്തേഡിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ഈ ചെയ്ത പ്രവൃത്തിയെ, നമ്മൾ ഈ ചെയ്ത റെസൊല്യൂഷൻ മെത്തേഡിനെ നമുക്ക് റെസൊല്യൂഷൻ ട്രീ എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്കൽ രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ എയും ബിയും 2 ക്ലോസസ് ആണ്, പി ക്യൂ ഓർ പി ക്യൂ ആൻഡ് ആർ. അതായത് ബി എന്ന് പറയുന്നത് നെഗേഷൻ ഓഫ് പി ക്യൂ ആർ. ഇതിനെ തമ്മിൽ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിസോൾവെൻറ്റ് ക്യൂ ഓർ ആർ കിട്ടും. ക്യൂ ഓർ ആറിനെ മൂന്നാമത്തെ ക്ലോസുമായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആർ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ ട്രീ ഫോമിൽ നമുക്ക് ഈ റെസൊല്യൂഷൻ നടത്താവുന്നതാണ്. മറ്റൊരു എക്സാമ്പിൾ,
റെസൊല്യൂഷൻ്റെ മറ്റൊരു എക്സാമ്പിൾ. ഇവിടെ 4 ക്ലോസൽ സെൻറ്റൻസസ് ഉണ്ട്. പി ഓർ ക്യൂ ഓർ ആർ, നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ഓർ ആർ, നെഗേഷൻ ഓഫ് ക്യൂ ഓർ ആർ, നെഗേഷൻ ഓഫ് ആർ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണത്തെ റിസോൾവ് ചെയ്യുമ്പോൾ ക്യൂ ഓർ ആർ എന്ന് കിട്ടും. കാരണം ഇവിടെ പിയും നെഗേഷൻ ഓഫ് പിയും ഉണ്ട്, ബാക്കി രണ്ടും സെയിം ആണ്. എയുടെയും ബിയുടെയും റിസോൾവെൻറ്റും സിയുമായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. ക്യൂവും നെഗേഷൻ ഓഫ് ക്യൂവും ക്യാൻസൽ ചെയ്യുമ്പോൾ 6 കിട്ടും. 6ഉം നാലാമത്തെ ക്ലോസൽ സെൻറ്റൻസ് നെഗേഷൻ ഓഫ് ആറുമായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു നൾ സെറ്റാണ് കിട്ടുക, അല്ലെങ്കിൽ ഒരു എം ടി സെറ്റാണ് കിട്ടുക. അങ്ങനെ വേണമെങ്കിലും വരാം, നമുക്ക് റിസൾട്ട് ഒന്നും കിട്ടാതെ വേണമെങ്കിലും വരാം. ഇൻഫറൻസിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ 3 പ്രമിസസ് ഉണ്ട്, ഒരു കൺക്ലൂഷൻ ഉണ്ട്. എന്തൊക്കെയാണ് പ്രമിസസ് ഒന്ന് വായിച്ച് നോക്കാം. ഇഫ് മെയ്ഡ് സ്റ്റോൾ ജ്വല്ലറി ദെൻ ബട്ട്ലർ ഈസ് നോട്ട് ഗിൽറ്റി. Either maid stole jewelry or she milked the cow. മൂന്നാമത്തത് പ്രമിസസ് ഇതാണ്. ഇഫ് മെയ്ഡ് മിൽക്ക് ദ കൗ ദെൻ ബട്ട്ലർ ഗോട്ട് ദ ക്രീം. Therefore, if butler is guilty, then he got the cream. ഇപ്പോൾ ഇവിടെ 2 വ്യക്തികളുണ്ട്, അവരുടെ പ്രവൃത്തികൾ ഇവിടെ പറയുന്നുണ്ട്. മെയ്ഡ് 2 പ്രവൃത്തികൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ ജ്വല്ലറി മോഷ്ടിച്ചിട്ടുണ്ടാവാം. പിന്നീട് മെയ്ഡിനെ കുറിച്ചുള്ള പരാമർശം വരുന്നത് രണ്ടാമത്തെ പ്രമിസസിലാണ്. രണ്ടാമത്തെ പ്രമിസിൽ മെയ്ഡ് ജ്വല്ലറി മോഷ്ടിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മിൽക്ക് ദ കൗ, പശുവിനെ കറന്നിട്ടുണ്ടാവാം. ഈ 2 പ്രവൃത്തികളാണ് മെയ്ഡിനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഉള്ള രണ്ടാമത്തെ ഒരു ക്യാരക്ടർ ഇതിനകത്തുള്ളത് ബട്ട്ലറാണ്. ബട്ട്ലറിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ബട്ട്ലർ നോട്ട് ഗിൽറ്റി എന്നാണ് ആദ്യത്തെ പ്രമിസിൽ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ പ്രമിസിൽ പറഞ്ഞിരിക്കുന്നത് ബട്ട്ലറിന് ക്രീം കിട്ടിയിട്ടുണ്ടാകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് മെയ്ഡ് മിൽക്ക് ദ കൗ ദെൻ ബട്ട്ലർ ഗോട്ട് ദ ക്രീം. ഇനി ഇതിൻ്റെ കൺക്ലൂഷൻ, ദെയർഫോർ ഇഫ് ബട്ട്ലർ ഈസ് ഗിൽറ്റി ദെൻ ഹി ഗോട്ട് ദ ക്രീം. ബട്ട്ലറാണ് കുറ്റക്കാരനെങ്കിൽ അയാൾക്ക് ക്രീം കിട്ടിയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആകെ 2 പേർക്കാണ് ഈ ജ്വല്ലറി മോഷ്ടിക്കാൻ സാഹചര്യമുള്ളത്. ഒന്നുകിൽ മെയ്ഡ് അല്ലെങ്കിൽ ബട്ട്ലറാണ്. അപ്പോൾ മെയ്ഡ് ജ്വല്ലറി മോഷ്ടിച്ചില്ല എങ്കിൽ അവർ പശുവിനെ കറന്നിട്ടുണ്ടാവും. പശുവിനെ കറന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ക്രീം ബട്ട്ലറിന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ബട്ട്ലറിൻ്റെ കയ്യിൽ ക്രീം കിട്ടിയിട്ടുണ്ടെങ്കിൽ ബട്ട്ലർ തന്നെയായിരിക്കണം കുറ്റക്കാരൻ. കാരണം മെയ്ഡ് ഒരു പശുവിനെ കറന്നിരിക്കുകയാണ് ആ സമയത്ത്. അപ്പോൾ ഇതാണ് ഈ ഒരു സിറ്റുവേഷൻ. ഇതിനെ നമുക്ക് എങ്ങനെ ഇൻഫറൻസ് മെക്കാനിസത്തിലൂടെ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും, ഈ കൺക്ലൂഷൻ ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം ട്രൂ ആണെങ്കിൽ ഇതും ട്രൂ ആയിരിക്കും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഓട്ടോമേറ്റഡ് റീസണിങ്ങിൻ്റെ ഒരു മെക്കാനിസമാണ്. അപ്പോൾ ഇതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് നമുക്ക് ഈ പറയുന്ന റീസണിങ് മെക്കാനിസം കൊടുക്കുകയാണെങ്കിൽ ആ കമ്പ്യൂട്ടറിന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് ശരിയാണെന്നുള്ള കാര്യം നമ്മൾ ലോജിക്കലി എങ്ങനെ ചെയ്തുവോ, നമ്മൾ ലോജിക്കലി എങ്ങനെ ആലോചിച്ച് ഈ കൺക്ലൂഷനെത്തിയോ അതുപോലെ തന്നെ അവിടെ ഒരു കൺക്ലൂഷനെത്താൻ ഒരു മെഷീനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്കിവിടെ പല സ്റ്റെപ്പുകളിലായിട്ടാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ലിറ്ററൽസ് അസൈൻ ചെയ്യാം. ഏതൊക്കെ ലിറ്ററൽസാണ് ഇവിടെ വേണ്ടുന്നത്? നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഇതാണ്. പി എന്ന് പറയുന്ന ലിറ്ററൽ കൊണ്ട് മെയ്ഡ് സ്റ്റോൾ ദ ജ്വല്ലറി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ക്യൂ കൊണ്ട് ബട്ട്ലർ ഈസ് ഗിൽറ്റി എന്ന് പറയാം. ആർ എന്ന ലെറ്റർ കൊണ്ട് മെയ്ഡ് മിൽക്ക് ദ കൗ എന്ന് പറയാം. എസ് ബട്ട്ലർ ഗോട്ട് ദ ക്രീം എന്നുള്ള ലിറ്ററലാണ്. ഇനി നമുക്കിവയെ കണക്ട് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഫോമുല ഉണ്ടാക്കാം. പ്രമിസസ് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇഫ് മെയ്ഡ് സ്റ്റോൾ ജ്വല്ലറി ദെൻ ബട്ട്ലർ ഈസ് നോട്ട് ഗിൽറ്റി. മെയ്ഡ് സ്റ്റോൾ ജ്വല്ലറി പി ആണ്. സോ പി ഇംപ്ലൈസ്, ഇഫ് ദെൻ റൂളാണ്, പി ഇംപ്ലൈസ് ബട്ട്ലർ ഈസ് നോട്ട് ഗിൽറ്റി. ബട്ട്ലർ ഗിൽറ്റി എന്നാണ് ക്യൂ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. നോട്ട് ഗിൽറ്റി ആകുമ്പോൾ നെഗേഷൻ ഓഫ് ക്യൂ. പി ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് ക്യൂ. രണ്ടാമത്തെ പ്രമിസ്, എയ്തർ മെയ്ഡ് സ്റ്റോൾ ജ്വല്ലറി ഓർ ഷീ മിൽക്ക് ദ കൗ. മെയ്ഡ് സ്റ്റോൾ ജ്വല്ലറി പി ആണ്. മെയ്ഡ് മിൽക്ക് ദ കൗ എന്ന് പറയുന്ന ആറാണ്. അപ്പോൾ ഇവിടെ ഓർ കണക്ഷനാണ്, എയ്തർ ഓർ ആണ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ആവാം, ഓർ കണക്ഷനാണ്. അപ്പോൾ പി ഓർ ആർ എന്നുള്ള ഒരു ഇക്വേഷനാണ് വരിക, ഫോമുലയാണ് വരിക. മൂന്നാമത്തത്,
ഇഫ് മെയ്ഡ് മിൽക്ക് ദ കൗ ദെൻ ബട്ട്ലർ ഗോട്ട് ദ ക്രീം. മെയ്ഡ് മിൽക്ക് ദ കൗ എന്നുള്ളത് ആറാണ്. ആർ ഇംപ്ലൈസ് ഇഫ് ദെൻ റൂളാണ്. ആർ ഇംപ്ലൈസ് ബട്ട്ലർ ഗോട്ട് ദ ക്രീം എസ് ആണ്. അപ്പോൾ ആർ ഇംപ്ലൈസ് എസ്. അപ്പോൾ ഇവിടെ കൺക്ലൂഷൻ എന്താണ്? ഇഫ് ബട്ട്ലർ ഈസ് ഗിൽറ്റി, ബട്ട്ലർ കുറ്റക്കാരനാണെങ്കിൽ അയാൾക്ക് ക്രീം കിട്ടിയിട്ടുണ്ടാവും. ബട്ട്ലർ കുറ്റക്കാരനാണ് എന്നുള്ളത് ക്യൂ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യൂ ഇംപ്ലൈസ് ഇഫ് ദെൻ റൂൾ, ക്യൂ ഇംപ്ലൈസ് യെസ്, ബട്ട്ലർ ഗോട്ട് ദ ക്രീം എന്ന് പറയുന്നത് എസ് ആണ്. ക്യൂ ഇംപ്ലൈസ് എസ്. ഇതാണ് കൺക്ലൂഷൻ. 3 പ്രമിസസ്. പി ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് ക്യൂ, പി ഓർ ആർ, ആർ ഇംപ്ലൈസ് എസ്, ക്യൂ ഇംപ്ലൈസ് എസ്. ഇങ്ങനെ നമ്മളൊക്കെ എല്ലാ ആക്സിയംസിനെയും ഇക്വലൻ്റ് ആയിട്ടുള്ള വെൽ ഫോംഡ് ഫോമുല അല്ലെങ്കിൽ ഫോമുലയാക്കി എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഇക്വലൻ്റ് ഫോംസ് കാണണം, അല്ലെങ്കിൽ ക്ലോസൽ ഫോംസ് കാണണം. ക്ലോസൽ ഫോംസ് കാണാനായിട്ട് നമുക്കിതിനെ പി ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് ക്യൂ എന്ന് പറയുന്ന ആദ്യത്തെ പ്രമിസാണ്. അതിനെ നമുക്ക് ഇംപ്ലൈസ് ക്യാൻസൽ ചെയ്യണം. ഇംപ്ലൈസ് ക്യാൻസൽ ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പി ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് ക്യൂ ആണെങ്കിൽ ചെയ്യേണ്ടത് നെഗേഷൻ ഓഫ് പി ഓർ സെക്കൻഡ് വൺ ഇവിടെ നെഗേഷൻ ഓഫ് ക്യൂ ആയതുകൊണ്ട് അത് അതുപോലെ തന്നെ ഇടാം. അപ്പോൾ നെഗേഷൻ ഓഫ് പി ഓർ നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസിൻ്റെ ഇക്വലൻ്റ് ലോജിക്കൽ എക്സ്പ്രഷനാണ് എഴുതിയിരിക്കുന്നത്. പി ഓർ ആർ എന്ന് പറയുന്നത് അത് തന്നെ എഴുതാം, പി ഓർ ആർ, കാരണം അത് ഡിസ്ജങ്ഷൻ ഓഫ് ലിറ്ററൽസ് ആണ്, അത് അതുപോലെ തന്നെ എഴുതാം. അടുത്ത മൂന്നാമത്തെ ആർ ഇംപ്ലൈസ് എസ് ആണ്. അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇംപ്ലിക്കേഷൻ്റെ ഇക്വലൻ്റ് ലോജിക്കൽ എക്സ്പ്രഷൻ ഉപയോഗിച്ച് എഴുതുമ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ നെഗേഷൻ ഓർ സെക്കൻഡ് വൺ. അപ്പോൾ നെഗേഷൻ ഓഫ് ആർ ഓർ എസ്. ഇനി കൺക്ലൂഷൻ ക്യൂ ഇംപ്ലൈസ് എസ് ആണ്. അതും ഫസ്റ്റ് വണ്ണിൻ്റെ നെഗേഷൻ ഓർ എസ്. ഇങ്ങനെ നമ്മൾ എല്ലാത്തിൻ്റെയും ഫോമുല അല്ലെങ്കിൽ ക്ലോസൽ ഫോംസ് എഴുതി. ഇനി നമുക്ക് ചെയ്യേണ്ട അടുത്ത രീതി, ഇത് കൺക്ലൂഷൻ ശരിയാണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം. കൺക്ലൂഷൻ ശരിയാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് പ്രിൻസിപ്പിൾ ഓഫ് റെഫ്യൂട്ടേഷൻ എന്ന് പറയും. ഇവിടെ ചെയ്യുന്ന രീതി, ഈ കൺക്ലൂഷനെ നമ്മളൊന്ന് നെഗേറ്റ് ചെയ്തതിന് ശേഷം ആ കിട്ടുന്ന ഫോമിനെ നമ്മൾ പ്രമിസസിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. പ്രമിസസിൻ്റെ കൂടെ ആഡ് ചെയ്തതിന് ശേഷം അതുപയോഗിച്ച് റിസോൾവ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ ചെയ്യുന്ന രീതി. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ റിസൾട്ട്, അതായത് കൺക്ലൂഷൻ ഇതാണ്, നെഗേഷൻ ഓഫ് ക്യൂ ഓർ എസ് ആണ്. അതിനെ ഒന്ന് നെഗേറ്റ് ചെയ്യുക. അപ്പോൾ നെഗേഷൻ ഓഫ് ക്യൂ ഓർ എസ് നമുക്കറിയാം, ഡി മോർഗൻസ് റൂൾ അനുസരിച്ച് നെഗേഷൻ ഓഫ് ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് എസ് ആണ്. അപ്പോൾ ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് എസ് എന്ന് വരും. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച വീഡിയോയിൽ നിന്നും പറഞ്ഞത് ആണ്, ആൻഡ് ഓപ്പറേഷൻ ആണെങ്കിൽ ലിറ്ററൽസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 2 ലിറ്ററൽസ് ഉള്ള ഒരു ആൻഡ് ഓപ്പറേഷനാണ് ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് എസ്. അപ്പോൾ ഇതിനെ 2 സെപ്പറേറ്റ് ലിറ്ററൽസ് ആക്കാം. കാരണം ആൻഡ് ഓപ്പറേഷൻ വരികയാണെങ്കിൽ രണ്ടിനെയും നമുക്ക് റിസോൾവ് ചെയ്തെടുക്കാം. ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് എസിൽ നിന്നും ക്യൂവിനെയും സെപ്പറേറ്റ് ചെയ്യാം, നെഗേഷൻ ഓഫ് എസിനെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് എസ് എന്ന് നമുക്ക് 2 ലിറ്ററൽസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളുടെ ടോട്ടൽ ലിറ്ററൽസിൻ്റെ ടോട്ടൽ ഇക്വേഷൻസ് ഫോമുലകൾ 5 എണ്ണം ആവും. നമുക്ക് പ്രിമിസസിൽ ഇത്രയും ഇക്വേഷൻസ് ഉണ്ട്. കൂടാതെ കൺക്ലൂഷനെ നമ്മൾ നെഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 ക്ലോസസ് കൂടെ കിട്ടും, ക്യൂവും നെഗേഷൻ ഓഫ് എസും. അപ്പോൾ ടോട്ടലി 5 ക്ലോസസ് ആയി. ഈ 5 ക്ലോസസിൽ നിന്നും നമുക്ക് റിസോൾവ് ചെയ്യാം. നമ്മുടെ 5 ക്ലോസസ് ഇതാണ്: നെഗേഷൻ ഓഫ് പി ഓർ നെഗേഷൻ ഓഫ് ക്യൂ, പി ഓർ ആർ, നെഗേഷൻ ഓഫ് ആർ ഓർ എസ്, ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് എസ്. അപ്പോൾ നമുക്കിവിടെ പ്രിൻസിപ്പിൾ ഓഫ് റെസൊല്യൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്കിവിടെ ചെയ്യാം. ഇവിടെ നെഗേഷൻ ഓഫ് പി ഓർ നെഗേഷൻ ഓഫ് ക്യൂ ഉണ്ട്, അതുപോലെ ഇവിടെ ക്യൂ ഉണ്ട്. അപ്പോൾ ഇതിനെ തമ്മിൽ റിസോൾവ് ചെയ്യാം. അപ്പോൾ നെഗേഷൻ ഓഫ് പി ഓർ നെഗേഷൻ ഓഫ് ക്യൂവുമായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നെഗേഷൻ ഓഫ് പി കിട്ടും. കാരണം ബാക്കി ഇവിടെ നെഗേഷൻ ഓഫ് പി മാത്രമേ ഉള്ളൂ. കോംപ്ലിമെൻ്ററി ലിറ്ററൽസ് ക്യൂ ക്യാൻസൽ ആയിപ്പോവും. പിന്നീട് നമുക്ക് നെഗേഷൻ ഓഫ് പിയും പി ഓർ ആറും രണ്ടാമത്തതും തമ്മിൽ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പി ക്യാൻസൽ ആക്കിയിട്ട് ആർ മാത്രം എഴുതാം. ഇനി മൂന്നാമതായിട്ട് ആറും ഈ ഒരു ക്ലോസും കൂടെ റിസോൾവ് ചെയ്യുമ്പോൾ നെഗേഷൻ ഓഫ് ആർ ഓർ എസ് കൂടെ റിസോൾവ് ചെയ്യുമ്പോൾ എസ് കിട്ടും. ഇനി അഞ്ചാമത്തെ എസ്സും നെഗേഷൻ ഓഫ് എസ്സും തമ്മിൽ റിസോൾവ് ചെയ്യുമ്പോൾ ഒരു നൾ സെറ്റായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ഒരു എം ടി സെറ്റായിരിക്കും കിട്ടുക. അപ്പോൾ അതിൻ്റെ അർത്ഥം
നമ്മൾ റെഫ്യൂട്ടേഷൻ മെത്തേഡിൽ കൺക്ലൂഷൻ നെഗേറ്റ് ചെയ്തത് തെറ്റാണെന്നാണ്. അതായത് കൺക്ലൂഷൻ കറക്റ്റാണെന്നാണ്. നെഗേഷൻ ഓഫ് കൺക്ലൂഷൻ ഈസ് റോങ്, ദാറ്റ് മീൻസ് കൺക്ലൂഷൻ ഈസ് കറക്റ്റ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു കൺക്ലൂഷൻ ദെയർഫോർ ഇഫ് ബട്ട്ലർ ഈസ് ഗിൽറ്റി ദെൻ ഹീ ഗോട്ട് ദ ക്രീം എന്ന് പറയുന്ന കൺക്ലൂഷൻ ട്രൂ ആണ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻഫറൻസ് മെത്തേഡിലൂടെ റെസൊല്യൂഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കൺക്ലൂഷൻ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്തൊക്കെയാണ് പ്രൊപ്പോസിഷണൽ ലോജിക്കിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് നോക്കാം. നമ്മൾ സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്ന ചില എക്സ്പ്രഷൻസ്, ക്വാണ്ടിഫിക്കേഷൻ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പ്രൊപ്പോസിഷണൽ ലോജിക്കിൽ പറ്റില്ല. നമ്മളൊരു സാധാരണ എക്സാമ്പിൾ പറയാം. ഈ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും നല്ല മിടുക്കന്മാരാണ്. അവിടെ നമ്മൾ എല്ലാ കുട്ടികളും എന്ന് പറയുന്ന ഫോർ ഓൾ വാല്യൂസ്, ഫോർ ഓൾ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ആ സംഗതി നമുക്ക് പ്രൊപ്പോസിഷണൽ ലോജിക്കിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. മറ്റൊന്ന്, ഈ ക്ലാസ്സിൽ ചില കുട്ടികൾ നല്ല പോലെ വർക്ക് ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ചില കുട്ടികളെ ക്വാണ്ടിഫൈ ചെയ്യാണ്, ചില കുട്ടികളെ മാത്രം സെലക്ട് ചെയ്ത് നമ്മളൊരു കാര്യം പറയുകയാണ്. അപ്പോൾ അങ്ങനെ ദെയർ എക്സിസ്റ്റ് എന്നുള്ള ഒരു യൂസേജാണ് അതിന് പറയുക. അങ്ങനെയുള്ള വാക്കുകൾ, അങ്ങനെയുള്ള സെൻറ്റൻസുകളെ ഒന്നും നമുക്ക് പ്രൊപ്പോസിഷണൽ ലോജിക്കിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധ്യമല്ല. പ്രൊപ്പോസിഷണൽ ലോജിക്കിൽ കോൺസ്റ്റൻസ് ആണുള്ളത്. വേരിയബിൾസ് കൊണ്ടുള്ള കാൽക്കുലേഷൻസ്, വേരിയബിൾസ് കൊണ്ടുള്ള ലോജിക്കൽ എക്സ്പ്രഷൻസ് അത് ഉപയോഗിച്ച് എഴുതാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഫൈനൈറ്റ് നമ്പർ ഓഫ് പ്രൊപ്പോസിഷൻസ് മാത്രമേ ഒരു പ്രൊപ്പോസിഷണൽ ലോജിക്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമുള്ളൂ. ഇതൊക്കെയാണ് പ്രൊപ്പോസിഷണൽ ലോജിക്കിൻ്റെ ലിമിറ്റേഷൻസ്. ഇനി നമ്മൾ കാണുന്നത് പ്രൊപ്പോസിഷണൽ ലോജിക്കിനേക്കാൾ കുറച്ചുകൂടെ ഹയർ ലെവൽ ഒരു ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ മെത്തേഡായ ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്കാണ്. താങ്ക് യു.